ജയിക്കാനായി ഏത് മണ്ഡലത്തിലും ഇനിയും വോട്ട് ചേർക്കുമെന്ന് ബി.ജെ.പി. നേതാവ് ബി ഗോപാലകൃഷ്ണൻ. ഏത് വിലാസത്തിലും ആളെ ചേർക്കും. ജമ്മു കാശ്മീരിൽ നിന്നായാലും ആളെ കൊണ്ടുവന്ന് താമസിപ്പിച്ച് വോട്ട് ചേർക്കും. സുരേഷ് ഗോപിയുടെ വാനന്മാർ പരാമർശത്തെ ഗോപാലകൃഷ്ണൻ ന്യായീകരിക്കുകയും ചെയ്യും. ജയിക്കാൻ വേണ്ടി വ്യാപകമായി ഞങ്ങൾ വോട്ട് ചേർക്കും. ഞാൻ പറഞ്ഞ മനസ്സിലായില്ല. ഞാൻ പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ല. ഞങ്ങൾ ജയിക്കാൻ ഉദ്ദേശിച്ച മണ്ഡലങ്ങളിൽ ഞങ്ങൾ ജമ്മു കാശ്മീരിൽ നിന്നും ആൾക്കാരെ കൊണ്ടുവന്ന് ഒരു വർഷം താമസിപ്പിച്ച് വോട്ട് ചെയ്യിപ്പിക്കും. ഒരു സംശയമില്ല. അത് നാളെയും ചെയ്യും. വിലാസം വ്യാജമൊന്നുമില്ല. അല്ല, അതൊക്കെ ഒന്നോ രണ്ടോ വല്ല തെറ്റിദ്ധാരണയും, ബാക്കിയൊന്നും അങ്ങനെ വന്നിട്ടില്ലല്ലോ. ഈ വാനരന്മാരെന്ന് പറയുന്നത് നമ്മൾ എന്ത് ചെയ്താലും അത് അതേ സമയത്ത് നോക്കി അതേപോലെ ചെയ്യുന്ന ആൾക്കാരാണ്. രാഹുൽ ഗാന്ധി എന്താ ചെയ്തത് അതേപോലെ ചെയ്യാൻ ശ്രമിക്കുന്നത് കൊണ്ടാണത്. രാഹുൽ ഗാന്ധി ചെയ്യുന്നതിനകത്തും ബേസ് ഇല്ല. പ്രദീപ് ജോസഫ്, ക്ഷമിക്കണം, ബിനിൽ വിവരങ്ങളുമായിട്ടുണ്ട്. ബിനിൽ, ഞങ്ങൾ എവിടെ നിന്നും ആളെ കൊണ്ടുവന്ന് ചേർത്ത് പരിഹാസ രൂപേണ കൂടിയാണത് പറയുന്നതെന്ന് മനസ്സിലാവും. പക്ഷേ ഇത്തരം പ്രസ്താവനകളൊക്കെ നടത്തുമ്പോൾ വളരെ സൂക്ഷിക്കണം. എന്തൊക്കെയാണ് സംഭവിക്കുക എന്ന് പറയാൻ പറ്റില്ല. തീർച്ചയായും ദിവിഷ, ഇതൊരു തമാശ മാത്രമല്ല, ഒരു വെല്ലുവിളിയുടെ സ്വരം കൂടി ബി.ജെ.പി. നേതാവ് ബി ഗോപാലകൃഷ്ണനുണ്ട്. ആ ഒരു വെല്ലുവിളിയിലേക്ക് അദ്ദേഹത്തെ പ്രാപ്തനാക്കുന്നത് തൃശ്ശൂരിലെ വിജയമാണ്. തൃശ്ശൂരിൽ അങ്ങനെ ഞങ്ങൾ പല സ്ഥലത്തു നിന്നും വോട്ട് കൊണ്ടുവന്ന് ചേർത്ത് ജയിച്ചുവെങ്കിൽ ഇനി ഞങ്ങൾ പലയിടത്തും അങ്ങനെ ചെയ്യുമെന്ന ഒരു മുന്നറിയിപ്പ് കൂടിയാണ് ബി ഗോപാലകൃഷ്ണൻ നൽകുന്നത്. എന്തായാലും മറ്റ് രാഷ്ട്രീയ പാർട്ടികളൊക്കെ കരുതിയിരിക്കേണ്ടിയിരിക്കുന്നു. കാരണം ഇനി ബി.ജെ.പി. കേരളത്തിലെ പല മണ്ഡലങ്ങളിലും, നിയമസഭാ മണ്ഡലങ്ങളിലും ഇത്തരത്തിൽ വോട്ട് ചേർക്കാനുള്ള സാധ്യതയുണ്ട് എന്ന് തന്നെയാണ് ബി ഗോപാലകൃഷ്ണന്റെ വാക്കുകളിൽ നിന്ന് നമ്മൾ വ്യക്തമാകുന്നത്. വേണ്ടി വന്ന ഞങ്ങൾ കാശ്മീരിൽ നിന്ന് വേണമെങ്കിലും ആളെ കൊണ്ടുവന്ന് കേരളത്തിൽ താമസിപ്പിച്ച് വോട്ട് ചേർക്കും എന്നാണ് പറയുന്നത്. അദ്ദേഹം പറയുന്നതിൽ ഒരു കാര്യമുണ്ട്. അതായത് 6 മാസത്തിൽ കൂടുതൽ ഒരു മേൽവിലാസത്തിൽ സ്ഥിര താമസക്കാരനാണെങ്കിൽ അവിടെ വോട്ട് ചെയ്യാനുള്ള അവകാശമുണ്ട്. പക്ഷേ 6 മാസം സ്ഥിര താമസക്കാരനാണോ അല്ലയോ എന്നതാണ് ഇവിടുത്തെ പ്രധാനപ്പെട്ട പ്രശ്നം. അതുകൊണ്ട് ഇനി വരാനിരിക്കുന്ന വോട്ടർ പട്ടികകൾ പുറത്തു വരുമ്പോൾ മറ്റ് രാഷ്ട്രീയ പാർട്ടികൾ കരുതിയിരിക്കണം. ആ വോട്ടർ പട്ടികയിൽ കരട് പ്രസിദ്ധീകരിക്കുമ്പോൾ അവർക്ക് ആക്ഷേപമുണ്ടെങ്കിൽ അത് പറയാനുള്ള അവസരമുണ്ട്. ആ അവസരം കൃത്യമായി വിനിയോഗിക്കേണ്ടി വരും. ആ ഒരു മുന്നറിയിപ്പ് കൂടി തന്നെയാണ് ബി ഗോപാലകൃഷ്ണന്റെ വാക്കുകളിലുള്ളത്. ദിവിഷ്.